സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ ബഹുമാനപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പിശുക്ക് ഒരു വലിയ ദുർഗുണമാണെന്നും മനുഷ്യർ അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും അതേ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ആ പഠനം ഖുർആനിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹദീസുകളിലും കാണാം. വമൻ യൂക ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഖുർആനിൻ്റെ അധ്യാപനമാണ്. ഏതൊരാൾ തൻ്റെ മനസ്സ് പിശുക്കിൽ നിന്ന് കാത്തുരക്ഷിക്കപ്പെടുന്നുവോ അത്തരക്കാരാണ്, അവർ തന്നെയാണ് വിജയം പ്രാപിച്ചവർ. ആലു ഇമ്രാൻ സൂറത്തിലും പിശുക്കിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് തങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ പിശുക്ക് കാണിക്കുന്നവർ അതവർക്ക് ഗുണകരമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. എന്നല്ല, അവർക്ക് ദോഷകരമാണത്. അവർ പിശുക്ക് കാണിച്ച ധനം കൊണ്ട് ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവരുടെ കഴുത്തിൽ ഹാരം ചാർത്തപ്പെടുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ലുബ്ധനെയും ലുബ്ധതയെയും വലിയ ഗൗരവമായിട്ടാണ് ഇസ്ലാം കൈകാര്യം ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാ? നമ്മൾ പരസ്പരം ആശ്രയിച്ച് കഴിഞ്ഞ് പോകേണ്ട ഒരു സാമൂഹിക ഘടനയിലാണ്. അവിടെ ഔദാര്യമാണ് വേണ്ടത്, ദാനമാണ് വേണ്ടത്. അപ്പോഴാണ് സമൂഹം നിർമ്മാണാത്മകവും കരണീയവും ആയിത്തീരുന്നത്. ഹദീസ് പരിശോധിച്ചാൽ കാണാവുന്നതാണ്, അക്രമത്തെ പരാമർശിച്ച തൊട്ട് പിറകെ പിന്നെ പിശുക്കിനെയാണ് പരാമർശിക്കുന്നത്. അതായത് അക്രമം വരുത്, പിശുക്കും വരുത്. ഇത്തഖുൽ ദുൽമ വത്തഖുശുഹ് ഹദീസിലെ പരാമർശങ്ങളിൽ ചിലതാണ്. അക്രമത്തെ സൂക്ഷിക്കുക, പിശുക്കിനെയും സൂക്ഷിക്കുക. വളരെ പ്രസിദ്ധമായ ബുഖാരി അടക്കം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഉണ്ടല്ലോ. എന്താണത്? ഓരോ ദിവസവും പ്രഭാതമാവുമ്പോൾ 2 മലക്കുകൾ ഇറങ്ങി വരും. അവരിൽ ഒരാൾ പറയുന്നത് എന്താണ്? അല്ലാഹുവേ, ചെലവഴിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും കൊടുക്കണമേ. രണ്ടാമത്തെ മലക്ക് എന്താണ് പറയുന്നത്? പിടിച്ചു വെക്കുന്നവർക്ക് അഥവാ പിശുക്ക് കാണിക്കുന്നവർക്ക് നാശം കൊടുക്കണമേ. പരസ്പര സഹായത്തെയും ഔദാര്യത്തെയും അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഇസ്ലാം മതം എങ്ങനെയാണ് പിശുക്കിനെയും ലുബ്ധതയെയും അംഗീകരിക്കുക? അല്ലേ? സ്വർഗത്തിൽ പ്രവേശിക്കാത്തവരുടെ കൂട്ടത്തിൽ പിശുക്കനും ഉണ്ട് എന്ന് ഓർക്കുക.